വിസിറ്റ് വിസ എന്ന് പറയുന്നത് ഒരു ഷോർട്ട് പീരീഡിലേക്ക് അഥവാ നമുക്കൊരു 6 മന്ത്സിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഒരു കാറ്റഗറിയാണ് UK വിസിറ്റ് വിസ എന്ന് പറയുന്നത്. അതിൽ പല ടൈപ്സ് ഓഫ് കാറ്റഗറീസ് ഉണ്ട്. ഫോർ എക്സാമ്പിൾ ഫാമിലിനെ വിസിറ്റ് ചെയ്യാൻ പോവുകയാണെന്നാണെങ്കിൽ ഫാമിലി വിസിറ്റ് വിസ എന്ന് പറയുന്നു. ബിസിനസ് പർപ്പസ് ആയിട്ട് പോവുകയാണെന്നാണെങ്കിൽ ബിസിനസ് വിസിറ്റ് എന്ന് പറയുന്നുണ്ട്. ഇപ്പം ഷോർട്ട് പീരീഡിലേക്ക് നമുക്ക് സ്റ്റഡി പർപ്പസിന് വേണ്ടി പോവുകയാണെന്നാണെങ്കിൽ അക്കാദമിക് വിസിറ്റ് വിസ എന്ന് പറയുന്നുണ്ട്. ആൻഡ് ടൂറിസ്റ്റ് പർപ്പസ് ആയിട്ട് പോവുകയാണെങ്കിൽ ടൂറിസ്റ്റ് വിസ പർപ്പസ് എന്നുള്ള കാറ്റഗറീസ് നമുക്ക് UK വിസിറ്റ് വിസയിൽ അവൈലബിൾ ആണ്. ആപ്ലിക്കൻറ്റിൻ്റെ പർപ്പസ് അനുസരിച്ച് നമുക്ക് ഓരോരോ റിക്വയർമെൻറ്റ്സ് ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കാം. ഫോർ എക്സാമ്പിൾ ഫാമിലി വിസിറ്റ് ആണെങ്കിൽ മെയിനായിട്ടും നമുക്ക് സ്പോൺസറിൻ്റെ സൈഡിൽ നിന്ന് നമുക്ക് വേണ്ടത് പാസ്പോർട്ട്, BRP. ഇപ്പോൾ BRP ചേഞ്ച് ചെയ്തത് കൊണ്ട് നമുക്ക് വിസയിലോട്ട് കൺവേർട്ട് ചെയ്തുകൊണ്ട് ഷെയർ കോഡ് ഷെയർ ചെയ്താൽ മതി. അവരുടെ ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ്, അവരുടെ ഫിനാൻഷ്യൽ സ്റ്റേബിലിറ്റി എന്താണെന്നുള്ള ഡീറ്റെയിൽസും കാര്യങ്ങളും നമ്മൾ പ്രൊവൈഡ് ചെയ്യേണ്ടി വരും. പിന്നെ അക്കോമഡേഷനാണ് നമുക്ക് മെയിനായിട്ട് കാണിക്കേണ്ടത്. ആപ്ലിക്കൻറ്റിൻ്റെ സൈഡിൽ നിന്നാണെങ്കിൽ ആപ്ലിക്കൻറ്റിൻ്റെ പാസ്പോർട്ട്, ആപ്ലിക്കൻറ്റിൻ്റെ ഫിനാൻഷ്യൽ സ്റ്റേറ്റസ് എന്താണെന്നുള്ളത് നമുക്ക് കാണിക്കേണ്ടി വരും. ഫണ്ട് എങ്ങനെയാണെന്നുള്ളതും ടൈസും നമുക്ക് ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്ക് റിട്ടേൺ ബാക്ക് ടു ഇന്ത്യ വരുമെന്നുള്ളതിൻ്റെ ഒരു പ്രൂഫ് ഓഫ് ടൈസ് കാണിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഫോർ എക്സാമ്പിൾ പാരൻസ് ഉണ്ടെങ്കിലോ അല്ലെങ്കിൽ നമുക്കിപ്പോൾ ജോബ് ഉണ്ടെങ്കിലോ നമുക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം നമുക്ക് പ്രൊവൈഡ് ചെയ്യാനായിട്ട് പറ്റും. ഇതൊക്കെയാണ് നമുക്ക് മെയിനായിട്ടും വേണ്ട ഒരു റിക്വയർമെൻറ്റ്സ് എന്ന് പറയുന്നത് വിസിറ്റിംഗ് വിസയിലേക്ക്. ബയോമെട്രിക്സ് കഴിഞ്ഞിട്ട് നമുക്കൊരു 15 to 20 വർക്കിംഗ് ഡേയ്സ് ആണ് നോർമലി ഒരു വിസ റിസീവ് ചെയ്യാൻ എടുക്കുന്ന ടൈം പീരീഡ് എന്ന് പറയുന്നത്. ഇൻ കേസ് എന്തെങ്കിലും എമർജൻസി ഫാക്ടേഴ്സ് നിങ്ങൾക്ക് വന്നിട്ടുണ്ടെന്നാണെങ്കിൽ നമുക്ക് പ്രയോറിറ്റി വിസ ഓർ സൂപ്പർ പ്രയോറിറ്റി വിസ എടുക്കാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. പ്രയോറിറ്റി വിസയാണെങ്കിൽ ഒരു 4 വർക്കിംഗ് ഡേയ്സിനുള്ളിൽ നിങ്ങൾക്ക് കിട്ടും. സൂപ്പർ പ്രയോറിറ്റി ആണെങ്കിൽ 1 to 2 വർക്കിംഗ് ഡേയ്സിനുള്ളിൽ കിട്ടും. പ്രയോറിറ്റി വിസ ഓപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു £500 എക്സ്ട്രാ നിങ്ങൾ പേ ചെയ്യേണ്ടി വരും. സൂപ്പർ പ്രയോറിറ്റി ആണെങ്കിൽ നമുക്ക് വരുന്ന എമൗണ്ട് £1000 ആണ് എക്സ്ട്രാ പേ ചെയ്യേണ്ടത്. നമ്മൾ ആപ്ലിക്കേഷൻ എല്ലാം സബ്മിറ്റ് ചെയ്യുന്നത് ഓൺലൈൻ ത്രൂ ആണ്. സോ ബയോമെട്രിക്സിന് കൊടുക്കാൻ വേണ്ടി മാത്രം ഒന്നല്ലെങ്കിൽ നിങ്ങളുടെ എവിടെയാണോ നിങ്ങളുടെ സെൻറ്റർ, ഫോർ എക്സാമ്പിൾ ഇപ്പോൾ VFS ആയിരിക്കാം അല്ലെങ്കിൽ TLS ആയിരിക്കാം. നിങ്ങളുടെ കൺട്രിക്ക് അനുസരിച്ച് VFSO TLSO ആയി മാറാനുള്ള ചാൻസസ് ഉണ്ട്. സോ നിങ്ങളുടെ സെൻറ്റർ എവിടെയാണോ നിങ്ങൾ ചൂസ് ചെയ്യുന്നത് അവിടെ പോയിട്ട് നിങ്ങൾ ബയോമെട്രിക്സിന് കൊടുക്കേണ്ടി വരും. പക്ഷേ ഇൻ്റർവ്യൂ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല. 6 മന്ത്സിലേക്കാണെങ്കിൽ നമുക്ക് £115 ആണ് വരുന്നത്. ഇനിയിപ്പോൾ മൾട്ടിപ്പിൾ ടൈംസ് ട്രാവൽ ചെയ്യാൻ നോക്കുന്ന ഒരാളാണെന്നാണെങ്കിൽ നമുക്ക് 2 years, 5 years, 10 yearsലുള്ള വിസ ഓപ്റ്റ് ചെയ്യാവുന്നതാണ്. 2 years ആണെങ്കിൽ നമുക്ക് £432 ആണ് വരുന്നത്. 5 years ആൻഡ് 10 years ആണെങ്കിൽ അതിനനുസരിച്ച് ചേഞ്ചസ് ഉണ്ടാവും. ഇപ്പോൾ 2 years അല്ലെങ്കിൽ 5 years ഓപ്റ്റ് ചെയ്യുന്ന ഒരാളാണെങ്കിൽ അല്ലെങ്കിൽ 10 years ഓപ്റ്റ് ചെയ്യുന്ന ഒരാളാണെന്നാണെങ്കിൽ നമുക്ക് മൾട്ടിപ്പിൾ ടൈംസ് ട്രാവൽ ചെയ്യാം. പക്ഷെ നിങ്ങൾക്ക് അറ്റ് എ ടൈം നമുക്ക് 6 മന്ത്സിൽ മാത്രമേ നിങ്ങൾക്ക് അവിടെ സ്റ്റേ ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉള്ളൂ. പിന്നെ റിട്ടേൺ ബാക്ക് നിങ്ങൾ വരേണ്ടി വരും. മെയിനായിട്ടും നമുക്ക് റെഫ്യൂസൽ വരുന്നതിൻ്റെ ഒരു റീസൺ എന്ന് പറയുന്നത് ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി തന്നെയാണ്. നമുക്ക് ആപ്ലിക്കൻറ്റിൻ്റെ സൈഡിൽ നിന്നാണെങ്കിലും സ്പോൺസറിൻ്റെ സൈഡിൽ നിന്നാണെങ്കിലും ഫിനാൻഷ്യലായിട്ട് നമുക്ക് ഡോക്യുമെൻറ്റ്സ് വെക്കാൻ പറ്റില്ല എന്നാണെങ്കിൽ നമുക്ക് അതിനനുസരിച്ചുള്ള റെഫ്യൂസൽസിനുള്ള റീസൺസ് ഉണ്ടാകുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ആപ്ലിക്കൻറ്റിൻ്റെ സൈഡിൽ നിന്നാണെങ്കിൽ നമുക്ക് ഇൻകം സോഴ്സ് പ്രൊവൈഡ് ചെയ്യാൻ പറ്റുന്നില്ലെന്നാണെങ്കിൽ അവരുടെ ജോബ് എന്താണാവോ അല്ലെങ്കിൽ അവരെങ്ങനെയാണ് നാട്ടിൽ അവരെങ്ങനെയാണ് ഫിനാൻഷ്യലി സപ്പോർട്ട് ചെയ്യുന്നത് എന്നുള്ളതൊന്നും അവരുടെ ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റിനകത്ത് റിഫ്ലക്റ്റ് ആവുന്നില്ല എന്നാണെങ്കിൽ നമുക്ക് അതിനനുസരിച്ച് റെഫ്യൂസൽ ഉണ്ടാകാനുള്ള ചാൻസസ് ഉണ്ട്. അതുപോലെ തന്നെ നമുക്ക് പെട്ടെന്ന് തന്നെ ഒരു ഫണ്ട് റേസ് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് അതിൻ്റേതായ രീതിയിലുള്ള റിഫ്യൂസൽസ് ഉണ്ടാകും. പിന്നെ നമുക്ക് ഹോം കൺട്രിയിലേക്ക് റിട്ടേൺ ബാക്ക് വരുന്നില്ല എന്നുള്ള രീതിയിലാണ് നമുക്ക് മെയിനായിട്ടും നമുക്ക് റിഫ്യൂസൽ വരുന്നത്. UK പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ റിട്ടേൺ വരുന്നില്ല ഹോം കൺട്രീസിലേക്ക്. മെയിനായിട്ടും ഈ 2 റീസൺ ആണ് നമുക്ക് റിഫ്യൂസലായിട്ട് വരുന്നത്. ആപ്ലിക്കേഷനിൽ കൊടുത്തിരിക്കുന്ന മെയിൽ ID നമുക്ക് റിഫ്യൂസൽ ലെറ്റർ എന്താണെങ്കിലും അവർ അയച്ചു തരും. ആ റിഫ്യൂസൽ ലെറ്ററിനകത്ത് എന്താണ് റിഫ്യൂസൽ ആയെന്നതിൻ്റെ റീസൺസ് ഉണ്ടാകും. ആ റീസൺസ് നോക്കുമ്പോഴത്തേക്കും നമുക്കത് കവറപ്പ് ചെയ്യാൻ പറ്റുമെന്നാണെങ്കിൽ നമുക്ക് ഇമ്മീഡിയറ്റ് ആയിട്ട് അപ്ലൈ ചെയ്യുന്നതിൽ ഇഷ്യൂസ് ഇല്ല. പക്ഷേ ആ റീസൺസ് ഫിനാൻഷ്യൽ ബേസ്ഡ് ആണെങ്കിൽ നമുക്കതിപ്പോൾ ഇമ്മീഡിയറ്റ് ആയിട്ട് കവറപ്പ് ചെയ്യാൻ പറ്റില്ല എന്നാണെങ്കിൽ നമുക്ക് കുറച്ച് ടൈം എടുത്തിട്ട് ചെയ്യുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ. ഇല്ല നമ്മൾ രണ്ടാമത് പിന്നെയും അപ്ലൈ ചെയ്യുമ്പോഴത്തേക്കും നമുക്കത് കവറപ്പ് ചെയ്യാൻ പറ്റില്ലെന്നാണെങ്കിൽ നമുക്ക് നെക്സ്റ്റ് ടൈമും നമുക്ക് റിഫ്യൂസൽ ഉണ്ടാവാനുള്ള ചാൻസസ് ഉണ്ട്. ആപ്ലിക്കൻറ്റിൻ്റെ പർപ്പസ് അനുസരിച്ച് നമ്മുടെ റിക്വയർമെൻറ്റ്സും ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കും. മെയിനായിട്ടും നിങ്ങൾ പോകുന്നതിൻ്റെ പർപ്പസ് അല്ലെങ്കിൽ ഇൻറ്റൻഷനാണ് നമുക്ക് ആദ്യം കാണിക്കേണ്ടത്. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഒരു ബിസിനസ് വിസിറ്റിനാണ് നിങ്ങൾ പോകുന്നതെങ്കിൽ നമുക്ക് മെയിനായിട്ടും പ്രൊവൈഡ് ചെയ്യേണ്ടത് ബിസിനസ്സിൻ്റെ ഇൻവിറ്റേഷൻ ലെറ്ററോ കാര്യങ്ങളോ ഉണ്ടെന്നാണെങ്കിൽ അത് പ്രൊവൈഡ് ചെയ്യാൻ നോക്കുക. അല്ലെങ്കിൽ ഫാമിലി വിസിറ്റിനാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നതെങ്കിൽ ഫാമിലിയുടെ ഡീറ്റെയിൽസ് UK ഫാമിലിയുടെ ഡീറ്റെയിൽസ് പ്രൊവൈഡ് ചെയ്യുക.
ഓർ നിങ്ങളിപ്പോൾ ടൂറിസ്റ്റ് പർപ്പസ് ആണ് നോക്കുന്നതെങ്കിൽ ഹോട്ടൽ അക്കോമഡേഷൻസും അവിടെ നിങ്ങൾ ഏതൊക്കെ ടൂറിസ്റ്റ് പ്ലേസസിലാണ് നിങ്ങൾ പോകാൻ ഉദ്ദേശിക്കുന്നത് അതിൻ്റെ ഒരു ട്രാവൽ ഐറ്റിനറിയും കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യാനായിട്ട് നോക്കുക. നെക്സ്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ ഫിനാൻഷ്യൽ ആൻഡ് പേഴ്സണൽ സർക്കംസ്റ്റൻസസ് ആണ്. ഇപ്പോൾ നിങ്ങൾക്കൊരു ജോബ് ഉണ്ടെന്നാണെങ്കിൽ ആ ജോബിൻ്റെ ഡീറ്റെയിൽസ് നിങ്ങൾ ഷെയർ ചെയ്യാനായിട്ട് നോക്കുക. എംപ്ലോയ്മെൻറ്റ് ലെറ്റർ വയ്ക്കാം, പേ സ്ലിപ്സും കാര്യങ്ങളും വയ്ക്കാം, ലീവ് സാങ്ഷൻ ലെറ്റേഴ്സ് വയ്ക്കാം. ഇനിയിപ്പോൾ നിങ്ങളൊരു പെൻഷനർ ആണെന്നാണെങ്കിൽ പെൻഷൻ്റെ ഡീറ്റെയിൽസ്, നിങ്ങൾക്ക് പെൻഷൻ വരുന്ന ബാങ്കിൻ്റെ സ്റ്റേറ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യാനായിട്ട് പറ്റും. കുറേ ആളുകൾ ചോദിക്കുന്നുണ്ട് ഇപ്പോൾ അൺഎംപ്ലോയിഡ് ആയിട്ടുള്ള ഒരാൾക്ക് എങ്ങനെ നമുക്ക് പോകാൻ പറ്റുമെന്നുള്ളത്. അൺഎംപ്ലോയിഡ് ആണെങ്കിലും നമുക്ക് നാട്ടിൽ അല്ലെങ്കിൽ UK അല്ലാതെ വേറെ എവിടെയെങ്കിലും എബ്രോഡ് കൺട്രീസിൽ നിങ്ങൾക്ക് മകനോ മകളോ ആരെങ്കിലും ഉണ്ട് എന്നാണെങ്കിൽ അവർക്കും നിങ്ങളെ ഫിനാൻഷ്യലി സപ്പോർട്ട് ചെയ്യാനായിട്ട് പറ്റും. അതൊക്കെ നമുക്ക് പേഴ്സണൽ ആൻഡ് ഫിനാൻഷ്യൽ സർക്കംസ്റ്റൻസസിൽ കാണിക്കാൻ പറ്റുന്ന ഡോക്യുമെൻറ്റ്സ് ആണ്. നെക്സ്റ്റ് ആയിട്ട് നമുക്ക് മെയിനായിട്ട് വേണ്ടത് നിങ്ങൾ ഹോം കൺട്രിയിലേക്ക് തിരിച്ചു വരും എന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്തെങ്കിലും ടൈസ് വെക്കുകയാണെന്നുള്ളതാണ്. ഫോർ എക്സാമ്പിൾ സിബ്ലിങ്സിൻ്റെ ID കാർഡോ അല്ലെങ്കിൽ പാരൻസിൻ്റെയോ നിങ്ങൾക്ക് നിങ്ങളുടെ ഹോം കൺട്രീസിൽ ആരൊക്കെ ഉണ്ടോ അവരുടെ ഡീറ്റെയിൽസൊക്കെ വെക്കാനായിട്ട് പറ്റുവാണെന്നാണെങ്കിൽ നമുക്ക് പ്രൂഫ് ഓഫ് ടൈസ് കാണിക്കാനായിട്ട് പറ്റും. നിങ്ങൾക്ക് ഇനി എന്തെങ്കിലും ക്വറീസോ കാര്യങ്ങളോ ഉണ്ട് എന്നാണെങ്കിൽ വിസ റൂട്ട്സായിട്ട് ബന്ധപ്പെട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കിവിടെ വിസ ഓഫീസേഴ്സ് ഉണ്ട്. അവർ നിങ്ങളുടെ ക്വറീസ് എന്താണെങ്കിലും ആൻസർ ചെയ്യുന്നതായിരിക്കും. UK വിസിറ്റ് വിസ എന്ന് പറയുന്നത് നമുക്ക് എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റാത്ത ഒരു കാറ്റഗറിയാണ്. ബട്ട് എമർജൻസി സിറ്റുവേഷൻ വരുവാണ്. ഫോർ എക്സാമ്പിൾ നിങ്ങൾക്ക് ഹെൽത്ത് റിലേറ്റഡ് ആയിട്ട് റിട്ടേൺ ബാക്ക് ഇന്ത്യ നിങ്ങൾക്ക് വരാൻ പറ്റില്ല, അല്ലെങ്കിൽ റിട്ടേൺ ബാക്ക് ടു ഹോം കൺട്രിയിലേക്ക് നിങ്ങൾക്ക് വരാൻ പറ്റില്ല എന്നാണെങ്കിൽ നമുക്ക് എക്സ്റ്റെൻഡ് ചെയ്യാനായിട്ടുള്ള ഒരു ഓപ്ഷൻസ് ഉണ്ട്. അത് വളരെ റെയർ ആയിട്ടുള്ള ഒരു കേസസ് ആണ്. നിങ്ങൾക്ക് ഇൻ കേസ് അങ്ങനെ ചെയ്യണമെന്നാണെങ്കിൽ നമുക്ക് എക്സ്ട്രാ ഒരു £1000 കൊടുത്തിട്ട് നമുക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് എക്സ്റ്റെൻഡ് ചെയ്യാനായിട്ട്. UK വിസിറ്റർ വിസ ഉണ്ട് എന്നാണെങ്കിൽ നമുക്ക് അയർലൻഡിലേക്ക് നമുക്ക് ട്രാവൽ ചെയ്യാൻ പറ്റും. അതല്ലാതെ നമുക്ക് യൂറോപ്യൻ കൺട്രീസിലേക്ക് അല്ലെങ്കിൽ ഷെങ്കൻ കൺട്രീസിലേക്ക് നമുക്ക് അപ്ലൈ ചെയ്യണമെന്നാണെങ്കിൽ നമ്മൾ ഷെങ്കൻ കൺട്രീസിലേക്കുള്ള വിസിറ്റിംഗ് വിസയ്ക്ക് നമ്മൾ അപ്ലൈ ചെയ്യേണ്ടി വരും. നിങ്ങളുടെ പർപ്പസിനനുസരിച്ച് വിസിറ്റോ സ്റ്റഡിയോ വർക്കോ റിലേറ്റഡ് ആയിട്ട് നിങ്ങൾ അതിനനുസരിച്ച് നിങ്ങൾ അപ്ലൈ ചെയ്യേണ്ടി വരും. ഒരു UK വിസിറ്റർ വിസ കൊണ്ടിട്ട് നമുക്ക് അയർലൻഡിൽ മാത്രമേ നമുക്ക് ട്രാവൽ ചെയ്യാനായിട്ട് പറ്റുള്ളൂ. UK വിസിറ്റർ വിസ എന്ന് പറയുന്നത് നമുക്കൊരു ഷോർട്ട് പീരീഡിലേക്ക്, അതായത് ഒരു 6 monthsലേക്ക് എടുക്കുന്ന ഒരു വിസയാണ്. അപ്പം നമുക്ക് അവിടെ ചെന്നിട്ട് എക്സ്റ്റെൻഡ് ചെയ്യാനായിട്ടുള്ളൊരു ഓപ്ഷൻസ് ഇല്ല. അല്ലെങ്കിൽ നമ്മളിപ്പോൾ ഓവർസ്റ്റേ ചെയ്യുമെന്നാണെങ്കിൽ നമുക്ക് അതിൻ്റേതായ രീതിയിലുള്ള ഇമിഗ്രേഷൻ പ്രോബ്ലംസ് ഉണ്ടാവാനായിട്ടുള്ള ചാൻസസ് ഉണ്ട്. ഒരുപാട് പേരുടെ ക്വസ്റ്റ്യൻ ആണ് നമുക്ക് UK ചെന്നിട്ട് വിസിറ്റിംഗ് വിസയിൽ ചെന്നിട്ട് നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റുമോ എന്നുള്ളത്. നമുക്കങ്ങനെ വർക്ക് ചെയ്യാനായിട്ടുള്ളൊരു ഓപ്ഷൻസ് ഇല്ല. ഇപ്പോൾ ഹോം കൺട്രിയിൽ വർക്ക് ചെയ്യുന്ന ഒരാളാണ്, നിങ്ങൾക്ക് UK പോയിട്ട് വർക്ക് ഫ്രം ഹോം ചെയ്യണമെന്നാണെങ്കിൽ നിങ്ങൾക്ക് അതിന് ചെയ്യാൻ പറ്റും. പക്ഷേ അതിന് അതിൻ്റേതായ ലിമിറ്റേഷൻസും കാര്യങ്ങളും ഉണ്ട്. നിങ്ങളുടെ ഫാമിലിയോ ഓർ ഫ്രണ്ടോ UK ഉണ്ട് എന്നാണെങ്കിൽ നമുക്ക് സ്പോൺസർഷിപ്പ് ചെയ്യാനായിട്ടുള്ള ഓപ്ഷൻസ് ഉണ്ട്. മെയിനായിട്ടും നമുക്ക് സ്പോൺസർഷിപ്പ് ചെയ്യാനായിട്ട് കാണിക്കേണ്ട ഒരു ഡീറ്റെയിൽ എന്ന് പറയുന്നത് ഫണ്ട് തന്നെയാണ്, ബാങ്ക് സ്റ്റേറ്റ്മെൻ്റ് ആണ്. നിങ്ങളുടെ ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റിനകത്ത് ഒരാളെയാണോ 2 പേരെയാണോ എത്ര പേരെയാണോ എത്ര ആപ്ലിക്കൻസിനെയാണോ നിങ്ങൾ കൊണ്ടുവരാൻ ഉദ്ദേശിക്കുന്നത് അതിനനുസരിച്ച് സഫീഷ്യൻ്റ് ആയിട്ടുള്ള ഫണ്ടും കാര്യങ്ങളും നിങ്ങളുടെ അക്കൗണ്ടിൽ ഉണ്ടായിരിക്കണം. അത് മെയിൻറ്റെയിൻഡ് ആണോ ഇല്ലയോ എന്നുള്ളതെല്ലാമാണ് നമ്മൾ മെയിനായിട്ടും ചെക്ക് ചെയ്യേണ്ട കാര്യങ്ങളെന്ന് പറയുന്നത്. അതുപോലെ തന്നെ അക്കോമഡേഷനും കാര്യങ്ങളും എല്ലാം നിങ്ങൾ കാണിക്കേണ്ടി വരും. ടെനൻസി എഗ്രിമെൻറ്റോ യൂട്ടിലിറ്റിയോ കൗൺസിൽ ടാക്സോ നിങ്ങളുടെ അക്കോമഡേഷൻ പ്രൂവ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളും നിങ്ങൾ പ്രൊവൈഡ് ചെയ്യേണ്ടി വരും. നിങ്ങൾക്ക് എന്തെങ്കിലും ഫർദർ ക്വറീസോ കാര്യങ്ങളോ ഉണ്ട് എന്താണെങ്കിൽ വിസ റൂട്ട്സിനെ കോൺടാക്ട് ചെയ്താൽ മതി. അറ്റ് എനി പോയിന്റ് ഓഫ് ടൈം നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം. എക്സ്പേർട്ട് ആയിട്ടുള്ള വിസ ഓഫീസേഴ്സ് നിങ്ങൾ എന്താണെങ്കിലും ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും.